Hello my dear children, welcome back to English time. Are you doing well dears? Okay, very good. Be safe. എന്നാൽ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ പാഠം പഠിച്ചാലോ? എല്ലാവരും പേജ് നമ്പർ 49 എടുക്കണേ. ഇതൊരു കഥയാണ്. കഥയുടെ പേരാണ് The Song of Songs. എന്താണ് ഈ കഥയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. Certain stories help us learn some important lessons in our life. ചില കഥകൾ കണ്ടാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പാഠങ്ങൾ പഠിക്കാൻ കഴിയും. Here is one such story. Read on. ഇവിടെ ഇതുപോലെ ഒരു സ്റ്റോറിയാണുള്ളത്. എന്താണ് സ്റ്റോറിയുടെ പേര്? യെസ്, ദ സോങ് ഓഫ് സോങ്സ്. പാട്ടുകളുടെ പാട്ട്. കഥയിലേക്ക് കിടക്കാം. ദ സോങ് ഓഫ് സോങ്സ്. Slowly, Janlida, exhausted musician, laid his tanpura on the carpet. The exquisite strains of Rag Darbari still vibrated within the hall. Emperor Akbar looked up, his eyes lit with admiration. Wonderful, he said, super. I listen to you every day, but I can't seem to have enough. ഇത്രയും വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? ഈ കഥയൊരു പാട്ടിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായി അല്ലേ? പിന്നെയോ ഇതിൽ അക്ബർ എന്നൊരു കഥാപാത്രമുണ്ടെന്നും മനസ്സിലായി. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഇത്രയും വായിച്ചതിൽ 2 വാക്കുകൾക്ക് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, തൻപുര. എന്താണ് തൻപുര? ദ തംബുര ഓർ തംബുരു is a musical instrument. കച്ചേരിയൊക്കെ നടക്കുമ്പോൾ വായിക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ തംബുരു. സെക്കൻഡ് വൺ എന്താണ്? രാഗ് ദർബാരി. It is a very popular raga in Carnatic music. കർണാട്ടിക് മ്യൂസിക്കിലെ വളരെ ഫേമസ് ആയ ഒരു രാഗമാണ് രാഗ് ദർബാരി. ഇനി നമുക്ക് അവിടെ എന്താണ് നടന്നതെന്ന് നോക്കാം. Wonderful, super. I listen to you every day, but I can't seem to have enough. Slowly, gently, the exhausted musician laid his tanpura. Exhausted musician, പാടി തളർന്ന പാട്ടുകാരൻ. അദ്ദേഹം എന്ത് ചെയ്തു? വളരെ പതുക്കെ തമ്പുരു എടുത്ത് കാർപ്പറ്റിലേക്ക് വെച്ചു. The exquisite strains of Rag Darbari still vibrated within the hall. ദർബാരി രാഗത്തിന്റെ ഒരു വൈബ്രേഷൻ ധ്വനി എവിടെ പ്രകമ്പനം കൊണ്ടു? ആ ഹോളില്. പാട്ടിന്റെ ധ്വനി ആ ഹോളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആരുടെ കഴിവാണത്? പാട്ടുകാരന്റെ. Emperor Akbar looked up, his eyes lit with admiration. ആരുടെ സദസ്സാണ്? അക്ബർ ചക്രവർത്തിയുടെ. അക്ബർ ചക്രവർത്തി അവന്റെ കണ്ണുകളെ പ്രശംസയോടെ നോക്കി. Wonderful, he said, super. I listen to you every day, but I can't seem to have enough. ചക്രവർത്തി പറയുകയാണ്, വളരെ മനോഹരമാണ്, സൂപ്പറാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ പാട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അത് മതിയായി എന്ന് തോന്നിയിട്ടേയില്ല. I think you have the most wonderful voice in the world. But I don't, Shahansha. There is someone who sings far better than I do. Really?
then I must have him sing in my court. Can you arrange it? I am afraid he will not come, sir. What? Not even? If he hears that the emperor himself summoned him. No, not even then. If he doesn't come, I shall go to him myself. Will you take to me him? Yes, sir, provided you do not come as the emperor of Hindustan. I shall go as a humble lover of music. Tansen, the musician, bowed in silent gratitude. എന്താ ഒന്ന് പറഞ്ഞേ, ആ മ്യൂസിഷ്യന്റെ പേരെന്താ? ആ, ടാൻസൻ. അദ്ദേഹം സമാധാനമായിട്ട് തല കുമ്പിട്ട് നിന്നു. അക്ബർ said, I think you have the most wonderful voice in the world. എന്താണ്? ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദത്തിനുടമ താങ്കളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആരാ അങ്ങനെ പറഞ്ഞേ? എംപറർ അക്ബർ. ടാൻസൻ said, but I told Shahanshah, there is someone who sings far better than I do. Cried the disbelieving Akbar. Then I must have him sing in my court. Can you arrange it? നമ്മുടെ ടാൻസൻ വളരെ എളിമയോടെ പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, എന്നേക്കാൾ നന്നായി പാടുന്ന വേറെ ഒരാളുണ്ട്. അപ്പോൾ അക്ബർ ചക്രവർത്തി പറയുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്ന് എന്റെ സദസ്സിൽ പാടിപ്പിക്കണം. നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ആരോട് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചേ? ആ, ടാൻസനോട്. ടാൻസൻ shook his head. I am afraid he will not come, sir. എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല, അദ്ദേഹം വരുമെന്ന് ഉറപ്പില്ല. What, not even he knows that the emperor himself summoned him? എന്താ ചോദിക്കുന്നേ? രാജാവ് നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും വരില്ലേ? അപ്പോൾ എന്താ ടാൻസൻ മറുപടി പറയുന്നേ? നോ, നോട്ട് ഈവൻ ദെൻ. ഇല്ല, എങ്കിലും വരില്ല. ദിസ് റിപ്ലൈ വുഡ് ഹാവ് എൻകറേജ്ഡ് എനി അതർ എംപറർ. വേറെ ഏതൊരു ചക്രവർത്തി ആണെങ്കിലും ഈ വാക്കുകൾക്ക് ശുഭിതനാക്കിയേനെ. പക്ഷേ നമ്മുടെ അക്ബർ ചക്രവർത്തി അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനല്ല. അദ്ദേഹം പറഞ്ഞു, if he doesn't come, I shall go to him myself. Will you take me to him? അദ്ദേഹം വരുന്നില്ല എങ്കിൽ കുഴപ്പമില്ല, എന്നെ ഒന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമോ? ടാൻസനോട് ചക്രവർത്തി ചോദിച്ചു. Yes, sir, provided you do not come as the emperor of Hindustan. എന്താ ടാൻസൻ അതിന് മറുപടി പറഞ്ഞത്? താങ്കൾ ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തി എന്ന രീതിയിൽ വരണ്ട, അല്ലാതെ വരണം, എങ്കിൽ അങ്ങയെ ഞാൻ കൊണ്ടുപോകാം. I shall go as a humble lover of music. അതിന് നമ്മുടെ ചക്രവർത്തി എന്താ മറുപടി പറഞ്ഞത്? I shall go as a humble lover of music. മ്യൂസിക് പ്രേമി എന്ന രീതിയിൽ ഞാൻ വരാം എന്ന് പറയുന്നു. സാൻ ഹരിദാസ് was the man Tansen had spoken of. ആരുടെ പേരാ പറഞ്ഞേ? നന്നായി പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അദ്ദേഹമാണ് ഹരിദാസ്. He had been Tansen's music teacher. അദ്ദേഹം ആരായിരുന്നു? ടാൻസന്റെ മ്യൂസിക് ടീച്ചർ. I will show you a video about Haridas. Sant Haridas as Swami Haridas was born in 1478 in North India. Swami Haridas was a spiritual poet and classical musician, credited with a large body of devotional compositions, especially in the Drupad style. He is also the founder of the Haridasi school of mysticism, still found today in North India. His work influenced both the classical music and the Bhakti movements of North India, especially those devoted to Krishna's consort Radha. Swami Haridas was also a renowned teacher of Tansen, the famous musician and one of the 9 gems, in the court of Emperor Akbar.
It is also believed that Sant Haridas died in 1573. When Tansen and the emperor reached his bed, he was busy with his daily chores. അദ്ദേഹത്തിന്റെ ചെറിയ ഹട്ട് കുടിലിന് മുൻപില് ഇവർ ചെന്നു നിന്നു. ആരൊക്കെയാണ് ചെന്നത്? യെസ്, എംപറർ അക്ബർ ആൻഡ് ടാൻസൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തിലെ ദിനകൃത്യങ്ങളുടെ കാര്യത്തിൽ തിരക്കിലായിരുന്നു. When they asked him to sing, he smiled but said firmly, പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? I am long past the age for singing. എനിക്ക് പാട്ട് പാടുന്നതിനുള്ള പ്രായം കഴിഞ്ഞുപോയി. Even his favorite pupil could not persuade him to change his mind. എന്താണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന് പോലും ഈ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല. ഇവിടെ പ്യൂപ്പിൾ എന്നൊരു വാക്ക് കേട്ടില്ലേ? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? PUPIL, pupil, ശിഷ്യൻ. But Tansen knew how to get round him. He offered to sing before his guru, and he made a deliberate mistake. That's not the right note, Tansen, cried his teacher, amazed. What has happened to you? എങ്ങനെയാണ് ഗുരുവിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കേണ്ടത് എന്ന് ആർക്കറിയാം? അദ്ദേഹത്തിന്റെ ശിഷ്യനായ ടാൻസൻ അറിയാം. ടാൻസൻ എന്ത് ചെയ്തു? എന്നാൽ ഞാനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നും ഒരു പാട്ട് പാടുന്നു. പക്ഷേ ശരിയായിട്ട് പാടിയോ? ഇല്ല അല്ലേ? ഒരു മിസ്റ്റേക്ക് മനഃപൂർവ്വം വരുത്തി. ഗുരുക്കന്മാർ ശിഷ്യന്മാര് തെറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഉറപ്പായിട്ടും ആ തെറ്റ് തിരുത്തും. അങ്ങനെയാണ് നല്ലൊരു ഗുരു. ഹരിദാസ് തന്റെ ശിഷ്യനോട് ചോദിക്കുന്നു, എന്താ ഇങ്ങനെ? അത്ഭുതം തന്നെ, നിനക്ക് മിസ്റ്റേക്ക് പറ്റിയോ? What has happened to you? നിനക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരു തെറ്റ് വരുത്തുന്ന ആളല്ല ടാൻസൻ. Tansen did not seem to understand his teacher, and he made the same mistake again. Exasperated, Sant Haridas took the tanpura from Tansen's hand and sang the right note. Then he went on to the next and the next. Tansen വീണ്ടും പാടി ശരിയാക്കാൻ നോക്കുന്ന പോലെ പാടി. പിന്നെയും മിസ്റ്റേക്ക് വരുത്തി. അപ്പോൾ എന്താ സംഭവിച്ചേ? പെട്ടെന്ന് തന്നെ ടാൻസന്റെ കയ്യിൽ നിന്നും തൻപുരു വാങ്ങിച്ച് ആര് പാടുന്നു? ഹരിദാസ് പാടുന്നു. ശരിയായ രീതിയിൽ അത് പാടി. അടുത്ത വരിയും പാടി. അങ്ങനെ ആ രാഗം മുഴുവനും പാടി. The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ട് എങ്ങനെയായിരുന്നു? The melody of his voice spread across the forest. അദ്ദേഹത്തിന്റെ പാട്ടിന്റെ മാധുര്യം ആ കാട് മുഴുവനും പരന്നു. എന്തുപോലെ? Like the first glimmer of dawn, പ്രഭാതത്തിലെ കിരണം പോലെ. The fragrance of jasmine, മുല്ലപ്പൂവിന്റെ സുഗന്ധം പോലെ. പാട്ടിന്റെ മാധുര്യം ആ കാട്ടിൽ പരന്നു. Both Akbar and Tansen listened to him as if they were hypnotized, and the truth, he had not known that music could be like this. He had certainly never heard anything like it before. ഗുരുവിന്റെ പാട്ടിൽ ലയിച്ച് ചക്രവർത്തിയും ടാൻസനും ഇരുന്നു. ആ സമയം രാജാവിന് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ടാൻസൻ പറഞ്ഞത് ശരിയാണ് എന്ന്. പാട്ട് ഈ രീതിയിലായിരിക്കുമെന്ന്, ഇത്രയും ഹൃദയത്തെ സ്പർശിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. അതുമാത്രമല്ല, ഇതുപോലെ ഒരു പാട്ട് ഇതിനു മുൻപ് കേട്ടിട്ടുമില്ല. As they walked back, the emperor suddenly broke the silence to ask Tansen,
ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് അക്ബർ ചക്രവർത്തി നിശബ്ദതയെ തടഞ്ഞുകൊണ്ട് ടാൻസിനോട് ചോദിച്ചു, Why can't you sing like him, Ustadji? Shahanshah, I sing at your command of the Emperor of Hindustan. But Guruji sing for one who is the King of Kings. His music springs from the depth of his soul, free and unasked for. How can my music hope to reach those heights? Why can you sing like him, Ustadji? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ നിങ്ങൾ പാടാത്തത്? Tansen smiled. Shahanshah, I sing at your command. The command of the Emperor of Hindustan. ടാൻസൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മഹാരാജൻ, ഞാൻ പാടുന്നത് താങ്കളുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ്. The command of the Emperor of Hindustan. But Guruji sing for one who is the King of Kings. ഗുരുജി പാടുന്നത് ആർക്ക് വേണ്ടിയാണ്? രാജാക്കന്മാരുടെ രാജാവിന് വേണ്ടിയാണ് ഗുരുജി പാട്ട് പാടുന്നത്. പിന്നെ എന്താ പറഞ്ഞേ? His music spring from the depth of his soul, free and unasked for. അദ്ദേഹത്തിന്റെ പാട്ട് എവിടെ നിന്ന് വരുന്നു? ആത്മാവിന്റെ അടിത്തട്ടിൽ നിന്ന്. അദ്ദേഹത്തിന്റെ പാട്ട് എവിടെ നിന്നാണ് വരുന്നത്? ആത്മാവിന്റെ അടിത്തട്ടിൽ നിന്ന്. അതുപോലെ ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല, വളരെ സ്വതന്ത്രമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദസ് ഹൈറ്റ്സ്? എന്റെ സംഗീതത്തിന് അത്രയും ഉയരത്തിൽ എത്തണമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? അത്രത്തോളം ഉയരത്തിലാണ് ഗുരുജിയുടെ പാട്ട്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠമായിരുന്നു അല്ലേ? ഒരു ചക്രവർത്തിയുടെ എളിമയെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരു ശിഷ്യൻ ഏറ്റവും വലിയ പാട്ടുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞു നടക്കുകയാണോ? അല്ല അല്ലേ? തന്റെ ഗുരുവാണ് തന്നേക്കാൾ മഹത്തായ വ്യക്തി എന്നുള്ള അറിവ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ ഒരു പാഠത്തിൽ നിന്ന് എളിമയും വിനയവും ഗുരുത്വവും മനസ്സിലാക്കാൻ കഴിയും. This is really unforgettable experience in his life. That's all about the story. You should read the story well. Okay? Then let the teacher give you a task. Are you ready? Okay. The task is look at the pictures of musical instruments. Identify the person who plays the musical instruments. Choose the appropriate person who plays the musical instrument from the box below and fill in the blanks. ഈ ടാസ്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ കണ്ടെത്തി ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണേ. Okay children, let's wind up today's class. We will meet in the next English time. Have a nice day.